ഇനി കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ രക്ഷപ്പെട്ട സംഭവത്തിൽ 3 തമിഴ്നാട് പോലീസുകാർക്ക് സസ്പെൻഷൻ. ബന്തൽഗുഡി SI നാഗരാജനടക്കം 3 പേർക്കെതിരെയാണ് നടപടി. പ്രതിയെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി. തൃശൂർ വിയൂരിൽ നിന്ന് സ്കൂട്ടർ മോഷ്ടിച്ച് രക്ഷപ്പെട്ടത് ബാലമുരുകൻ ആണ് എന്ന നിഗമനത്തിൽ കേരള പോലീസ് ഉണ്ട്. ഡാനി പോൾ തന്നെ അതിൻ്റെ വിവരങ്ങൾ നൽകും. ഡാനി, ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഹോട്ടലിൽ വളരെ ലാഘവത്തോടുകൂടി അയാളെ കൈവിലങ്ങ് കഴിച്ച് സ്വതന്ത്രനായി വിട്ട് അയാൾ മടക്കെ കുത്തി പോകുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ വലിയ വീഴ്ചയാണ് അന്ന് പോലീസിന് സംഭവിച്ചത്, തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്. ആ സംഘത്തിലുണ്ടായിരുന്ന പോലീസുകാർക്കാണോ സസ്പെൻഷൻ? ഇനി ഇയാളെ പറ്റിയുള്ള ഒരു തുമ്പും ഇത്രയും ദിവസമായിട്ടും ഒരു വിവരവും ലഭിക്കുന്നില്ലേ കേരള പോലീസിന്? നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇതിലിപ്പോൾ നടപടി വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ 3 പോലീസുകാർക്കാണ് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. ബന്തൽഗുഡി SI നാഗരാജനടക്കം 3 പേർക്കെതിരെയാണ് നടപടി വന്നിരിക്കുന്നത്. അതിൽ പ്രതിയെ കണ്ടെത്താനായിട്ട് ക്രൈംബ്രാഞ്ചിനടക്കം ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ആ നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഞെട്ടിപ്പിക്കുന്ന സംഭവമായിരുന്നു വിയൂർ അതിസുരക്ഷാ ജയിലിന് മുന്നിലുണ്ടായിരുന്നത്. വിയൂർ സുരക്ഷാ ജയിലിന് മുന്നിൽ നിന്ന് കൊണ്ടാണ് ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് അടക്കം കാര്യങ്ങളുള്ളത്. അത് CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തികഞ്ഞ അനാസ്ഥയാണ്, തികഞ്ഞ അലംഭാവമാണ്, ഉത്തരവാദിത്തമില്ലായ്മയാണ് തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതാണ്ട് 50-ലധികം കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധനായ ഒരു കുറ്റവാളി, ഒരു ഗ്യാങ്സ്റ്റർ എന്നെല്ലാം തന്നെ പറയാവുന്ന ഒരാൾ, പലതവണ പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയിട്ടുള്ള ഒരാൾ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ഒരാളെയാണ് തീർത്തും യാതൊരു സുരക്ഷാ മുൻകരുതലുമില്ലാതെ അവിടെ കൊണ്ടുവന്ന് പോലീസുകാരെ ഡ്രോപ്പ് ചെയ്യുന്നത് പോലെയുള്ള ഒരു രീതിയിലേക്കാണ് അവിടെ കൊണ്ടുവന്നത്. കൈവിലങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെയാണ് ഇയാളിവിടേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് വലിയ വീഴ്ച അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ പലതും പറഞ്ഞ തമിഴ്നാട് പോലീസും ഇതിൽ നിന്ന് തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന രീതിയിലേക്ക് അടക്കമുള്ള കാര്യങ്ങൾ വരാൻ ശ്രമിച്ചുവെങ്കിലും CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തു. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതും വളരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നടന്നു പോകുന്നത് അടക്കമുള്ള വിഷ്വൽസും എല്ലാം തന്നെ പുറത്തു വരുമ്പോൾ അവർ എത്ര അലംഭാവത്തോടു കൂടിയാണ് ഇയാളെ കൈകാര്യം ചെയ്തതെന്ന് വ്യക്തമാവുകയും ചെയ്തു. രക്ഷപ്പെടാനൊരു മാർഗം ഒരുക്കി കൊടുത്തു എന്ന് പോലും സംശയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വിയൂരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു സ്കൂട്ടർ, ഒരു കരാറുകാരനായ സുരേന്ദ്രൻ എന്നൊരാളുടെ സ്കൂട്ടർ അടക്കം മോഷണം പോയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇതിൽ അന്വേഷണം നടക്കുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ ഇയാൾ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്, ബൈക്ക് മോഷ്ടിച്ച്. അതുകൊണ്ട് ഈ രീതിയിലുള്ളൊരു അന്വേഷണവും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നു. തൃശ്ശൂരും അടുത്ത ജില്ലകളിലും തമിഴ്നാടടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസിൽ 3 പേർക്കെതിരെ നടപടി വന്നിരിക്കുന്നത്. എന്തോ റൈറ്റ്. പ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ രക്ഷപ്പെട്ടു പോയ സംഭവത്തിൽ ഇപ്പോൾ തമിഴ്നാട് പോലീസിന്റെ നടപടി വന്നിരിക്കുന്നു. 3 പോലീസുകാർക്ക് സസ്പെൻഷൻ. ഡാനിയാണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത്.